നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതിയിൽ 7 മരണം. ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും ഉരുൾപൊട്ടൽ. 3 ജില്ലകളിൽ അടിയന്തര നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി. ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാകണം. മന്ത്രിമാർ ജില്ലകളിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി. കനത്ത മഴയിൽ ഗുരുവായൂർ ചാവക്കാട് മേഖലകളിൽ ശക്തമായ വെള്ളക്കെട്ട്. വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ലക്ഷങ്ങളുടെ നഷ്ടം. ഗുരുവായൂർ നഗരസഭയിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. മേഖലയിൽ പലയിടത്തും മരങ്ങൾ വീടുകൾക്ക് മുകളിലേക്ക് വീണും നാശനഷ്ടങ്ങൾ. CCTV സാങ്കേതിക മികവിന്റെ പുതിയ അധ്യായത്തിലേക്ക്. കേരളത്തിലെ ആദ്യ MPLS സബ് ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന നേട്ടം സ്വന്തമാക്കി. ഔദ്യോഗിക പ്രഖ്യാപനം തിങ്കളാഴ്ച രാവിലെ 11-ന് ചൂണ്ടൽ IMA ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ തിരുവോണ സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനവും 1/2 ലക്ഷം ബ്രോഡ്ബാൻഡ് വരിക്കാർ എന്ന അഭിമാന നേട്ടത്തിന്റെ പ്രഖ്യാപനവും നടക്കും. വിദ്യാർത്ഥിയെ ക്ലാസ് മുറിയിൽ വെച്ച് തല്ലിയ സംഭവത്തിൽ അധ്യാപകന് സസ്പെൻഷൻ. സ്കൂൾ അധികൃതരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറാണ് സസ്പെൻഡ് ചെയ്തത്. പരവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകൻ KS മണികണ്ഠനെതിരായാണ് നടപടി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇന്ന് മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 7 ഇന്നു മാത്രം 3 കുട്ടികളാണ് വെള്ളക്കെട്ടിൽ വീണ് മരിച്ചത്. മലപ്പുറം തിരുവാലി കണ്ടമംഗലത്ത് തോട്ടിലെ ഒഴുക്കിൽപ്പെട്ട് 2.5 വയസ്സുകാരൻ മരിച്ചു. നൊട്ടൻ വീട്ടിൽ അബ്ദുൾ മുനീർ തസ്ലീമ ഭാനു ദമ്പതികളുടെ മകൻ അബ്ദുൾ മുഹയിനാണ് മരിച്ചത്. കൊണ്ടോട്ടിയിൽ നീറാട് തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് നെടിയുരുപ്പ് സ്വദേശികളായ ഹമീദ് നദീറ ദമ്പതികളുടെ മകൻ 4 വയസ്സുകാരൻ ആദം ഐമൻ മരിച്ചു. കോട്ടയം വാകത്താനത്ത് വെള്ളക്കെട്ടിൽ വീണ് 11 വയസ്സുകാരനും മരിച്ചു. കാട്ടാമ്പാക്കിൽ ഷിജുവിന്റെ മകൻ മിലനാണ് വീടിന് സമീപം വാട്ടർ ടാങ്കിന് വേണ്ടി എടുത്ത കുഴിയിലെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചത്. കോട്ടയം പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലെ പയ്യാനിത്തോട്ടത്തുണ്ടായ അതിശക്തമായ ഉരുൾപൊട്ടലിൽ അമ്മയും മകനും മരിച്ചു. പുലർച്ചെ 2:00-ഓടെയുണ്ടായ ഉരുൾപൊട്ടലിൽ മണപ്പാട്ട് ജോണിയുടെ ഭാര്യ റിജീന, മകൻ ജോസഫിനുമാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. ഇടുക്കി അടൂർ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ കാണാതായ സുമതിയുടെ മൃതദേഹം മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ കണ്ടെത്തി. വാഗമൺ കോലാഹലമേട്ടിലും മണ്ണിടിച്ചിലിൽ ഒരാൾ മരിച്ചു. കോലാഹലമേട് സ്വദേശി ലീലാമണിയുടെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് ഇവരുടെ ബന്ധു വൈക്കം സ്വദേശി പ്രഭാകരൻ നായരാണ് മരിച്ചത്. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിൽ അതത് ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാർ നേരിട്ടെത്തി ക്യാമ്പ് ചെയ്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. കനത്ത മഴയിൽ ഗുരുവായൂർ മേഖലയിൽ ശക്തമായ വെള്ളക്കെട്ട്. 100ഓളം കടകളിലും നിരവധി വീടുകളിലും വെള്ളം കയറി. ലക്ഷങ്ങളുടെ നഷ്ടം. നഗരസഭയിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. രാവിലെ 10 മണിയോടെയാണ് മേഖലയിൽ മഴ ശക്തമായത്. തൈക്കാട്ട് തെരുവിൽ 50ഓളം കടകളിലാണ് വെള്ളം കയറിയത്. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഒലിച്ചുപോയി. മമ്മിയൂർ കൈരളി ജംഗ്ഷൻ, പഞ്ചാരമുക്ക്, താമരയൂർ, ആനത്താവളം റോഡ് എന്നിവിടങ്ങളിലെ കടകളിലും വെള്ളം കയറി. കാരക്കാട് വെള്ളം പൊങ്ങിയതിനെ തുടർന്ന് വീടിനുള്ളിൽ കുടുങ്ങിയവരെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. കൈരളി ജംഗ്ഷനിലെ ഫയർഫോഴ്സ് ഓഫീസിലും വെള്ളം കയറി. തൈക്കാട് തെരുവിൽ ശക്തമായ വെള്ളക്കെട്ടിനെ തുടർന്ന് തൃശൂർ ഗുരുവായൂർ പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മമ്മിയൂർ ക്ഷേത്രത്തിന് മുന്നിലൂടെയുള്ള റോഡ്, മമ്മിയൂർ കാട്ടൂപ്പാടം റോഡ്, മാവിൻചുവട്, കോട്ടപ്പടി റോഡ് എന്നിവിടങ്ങളിലും വെള്ളം ഉയർന്നതിനെ തുടർന്ന് ഗതാഗതം നിരോധിച്ചു. കാറുകളും ഇരുചക്ര വാഹനങ്ങളിലും വെള്ളം കയറി കേടായി. നിരവധി മതിലുകൾ നിലം പൊത്തി. മരക്കൊമ്പുകൾ ഒടിഞ്ഞു വീണ് വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു. ശക്തമായ മഴയിൽ ചാവക്കാട് നഗരവും പരിസര പ്രദേശങ്ങളും വെള്ളക്കെട്ടിലായി. വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ശനിയാഴ്ച രാവിലെ മുതൽ തുടരുന്ന കനത്ത മഴയിൽ ചാവക്കാട് നഗരവും പരിസര പ്രദേശങ്ങളും പൂർണ്ണമായും വെള്ളക്കെട്ടിലായി. ഗതാഗതവും ജനജീവിതവും തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. നിരവധി വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി നാശനഷ്ടം സംഭവിച്ചു. പഞ്ചാരമുക്ക്, ഏനാമാവ് റോഡ്, ഗുരുവായൂർ കുന്നംകുളം റോഡ്, ദേശീയപാത സർവീസ് റോഡ് പലയിടങ്ങളിലും പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. ഇതോടെ പ്രദേശത്ത് വാഹന ഗതാഗതം പ്രതിസന്ധിയിലായി. ചാവക്കാട് നഗരം കൂടാതെ തിരുവത്ര, കുഞ്ചേരി, എടക്കഴിയൂർ, പുന്ന, തെക്കഞ്ചേരി, കറുകമാട്, തെക്കൻ പാലയൂർ എന്നീ പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. പ്രദേശത്തുണ്ടായ അടിയന്തര സാഹചര്യം നേരിടാൻ താലൂക്ക് ഭരണകൂടം സജ്ജമായിട്ടുണ്ടെന്ന് തഹസിൽദാർ K. ബാബു അറിയിച്ചു. മുൻകരുതൽ നടപടികളുടെ ഭാഗമായി ചാവക്കാട് താലൂക്കിലെ മുഴുവൻ വില്ലേജ് ഓഫീസുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി.
ഗുരുവായൂർ നെന്മിനിയിൽ 2 കാറുകൾ നിയന്ത്രണം വിട്ട് ഒഴുകിപ്പോയി. ഒരു കാർ ഫയർഫോഴ്സ് എത്തി കരയ്ക്ക് കയറ്റി. ചൊവ്വല്ലൂർ പടിയിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു. കുറുക്കുവഴി തേടിയ 2 കാറുകളാണ് വെള്ളത്തിൽ ഒലിച്ചു പോയത്. നെന്മിനി പോസ്റ്റ് ഓഫീസിന് സമീപമുള്ള റോഡിലൂടെ വരുന്നതിനിടെ വലിയ തോട്ടിലേക്ക് ഒഴുകുകയായിരുന്നു. ഒരു കാറിൽ തൈക്കാട് സ്വദേശിയും കുടുംബവുമാണ് ഉണ്ടായിരുന്നത്. കാർ നിയന്ത്രണം വിട്ട് ഒഴുകാൻ തുടങ്ങിയതോടെ കുട്ടികളടക്കമുള്ളവർ ഇറങ്ങി രക്ഷപ്പെട്ടു. കാർ പിന്നീട് ഫയർഫോഴ്സ് എത്തി കെട്ടിവലിച്ച് കരയ്ക്കെത്തിച്ചു. ചാവക്കാട് സ്വദേശിയുടെ കാറാണ് കാണാതായത്. ഫയർഫോഴ്സ് ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. മിനി പോസ്റ്റ് ഓഫീസ് വഴി വന്ന കാറിലാണ് ഒരു ഭാര്യയും ഭർത്താവും 2 കുട്ടികളും അടങ്ങിയതായിരുന്നു. ഒരു വണ്ടിയിൽ ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ നേരെ താഴെ തോട്ടിലേക്ക് തന്നെ വണ്ടി പോയിട്ടുണ്ട്, താഴെ നിന്ന് പോയിട്ടുണ്ട്. അയാളും രക്ഷപ്പെട്ടിട്ടുണ്ട്. കുറച്ച് നാട്ടുകാരൊക്കെ ചേർന്ന് ഒരു കാറിനെ ഫയർഫോഴ്സിൻ്റെ സഹായത്തോടെ കയറിട്ട് കെട്ടി ബന്ദോബസ്താക്കിയിട്ടുണ്ട്. മറ്റേ കാറ് തോടിൻ്റെ ഉള്ളിൽ തന്നെയാണ് കിടക്കുന്നത്. ഗുരുവായൂർ തൊഴിയൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് വീണ് വീട് ഭാഗികമായി തകർന്നു. തൊഴിയൂർ 1000 കണ്ണി ഉന്നതിയിൽ ചട്ടിക്കൽ ഷിബുവിന്റെ ഓടിട്ട വീടാണ് തകർന്നത്. പുലർച്ചെ 5:30യോടെയായിരുന്നു സംഭവം. അയൽവാസി തൂമാട്ട് അമ്മിണിയുടെ വീട്ടുപറമ്പിലെ തെങ്ങാണ് കാറ്റിൽ മുറിഞ്ഞ് ഷിബുവിന്റെ വീടിന് മുകളിലേക്ക് വീണത്. അപകടത്തിൽ അമ്മിണിയുടെ വീടിന്റെ സ്ലാബ് മതിലും തകർന്നു. തെങ്ങ് വീണ് തകർന്ന ഓടുകളും നാളികേരങ്ങളും വീടിനുള്ളിലേക്ക് പതിച്ചു. ശബ്ദം കേട്ട് വീട്ടുകാർ ഉറക്കമുണർന്ന് പുറത്തേക്ക് ഓടിയതിനാൽ വലിയ ദുരന്തം ഒഴിവായി. വീടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നിട്ടുണ്ട്. തെങ്ങ് വൈദ്യുതി ലൈനിലേക്ക് പതിച്ചതിനെ തുടർന്ന് 2 വൈദ്യുതി പോസ്റ്റുകളും ഒടിഞ്ഞു വീണു. ഇതോടെ പ്രദേശത്ത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. പഴഞ്ഞിയിൽ മരം വീണ് വീട് തകർന്നു. സിസിടിവിയുടെ പഴഞ്ഞി മൗര്യ കേബിൾ വിഷൻ ജീവനക്കാരൻ കാട്ടകാമ്പൽ പഞ്ചായത്ത് ഓഫീസിന് സമീപം താമസിക്കുന്ന കരിപ്പാലം പറമ്പിൽ കെ മണികണ്ഠന്റെ വീടിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. പുലർച്ചെ 5:30യോടെയായിരുന്നു സംഭവം. ശക്തമായ കാറ്റിലും മഴയിലും വീടിന് പിൻവശം നിന്നിരുന്ന വലിയ മരം കടപുഴകി വീഴുകയായിരുന്നു. വീടിന്റെ ചുവരുകളും ഓടുകളും മറ്റും തകർന്നു. വീടിനുള്ളിലെ ഗൃഹോപകരണങ്ങൾക്കും നാശനഷ്ടം സംഭവിച്ചു. വീടിൽ മണികണ്ഠന്റെ കുടുംബം ഉണ്ടായിരുന്നു. ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഉച്ചയോടെ മരം മുറിച്ചു മാറ്റി. വിവരമറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയശങ്കർ, വാർഡ് മെമ്പർ സ്വീറ്റി ഷാജി, വില്ലേജ് ഓഫീസർ ലൈജു, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ആവശ്യമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. എളവള്ളി പഞ്ചായത്തിലെ മമ്മായി മേഖലയിൽ വീടുകളിൽ വെള്ളം കയറി. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ പെയ്യുന്ന കനത്ത മഴയെ തുടർന്നാണ് മേഖലയിലെ വീടുകളിൽ വെള്ളം കയറിയത്. എളവള്ളി പഞ്ചായത്തിലെ 10ാം വാർഡിൽ ഉൾപ്പെടുന്ന അച്യുതൻ മേനോൻ റോഡ്, എളവള്ളി ക്രിസ്ത്യൻ പള്ളി പരിസരം, സെമിത്തേരി റോഡ്, മമ്മായി മില്ല് പരിസരം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വെള്ളം കയറിയത്. മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള വീടുകളിൽ താമസിക്കുന്നവർ വെള്ളം കയറിയ സാഹചര്യത്തിൽ രോഗികൾ ഉൾപ്പെടെയുള്ളവരുമായി ബന്ധുവീടുകളിലേക്ക് മാറി. 2018ലും 2019ലും ഉണ്ടായ പ്രളയത്തിൽ പോലും വെള്ളം കയറാത്ത പ്രദേശമാണ് അച്യുതമേനോൻ റോഡും സമീപ പ്രദേശങ്ങളും. എന്നാൽ മണിക്കൂറുകൾ മാത്രം പെയ്ത മഴയിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. കാന നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായതിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ എളവള്ളി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം കയറി, ഉമ്മറത്തേക്ക് കയറി, ബാക്കിൽ പിന്നെ ഫ്രണ്ട് ചവിട്ടൽപ്പടി മുങ്ങിയിട്ടുണ്ട്. ആനണിച്ചെങ്കിൽ ശരിക്കും വെള്ളം പോകണില്ല. ഹോളുകൾ കുറേ അടഞ്ഞു കിടക്കുന്നുണ്ട്. വയ്യാത്ത ആൾക്കാരുള്ള വീടാണ്, ഡയാലിസിലാണ് ഉള്ളത്. അതൊക്കെ ബുദ്ധിമുട്ടുകൾ. വലിയ പ്രളയത്തിൽ പോലും ഞങ്ങൾക്ക് വെള്ളം കയറിയിട്ടുണ്ടായിരുന്നില്ല. കേരളത്തിലെ ആദ്യ MPLS സബ് ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന നേട്ടം സ്വന്തമാക്കി കുന്നംകുളം CCTV MPLS സേവന പ്രഖ്യാപനവും തിരുവാണ സമ്മാനോത്സവം 2026 ഉദ്ഘാടനവും തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ ആദ്യ MPLS സബ് ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന നേട്ടം സ്വന്തമാക്കി കുന്നംകുളം CCTV MPLS സേവന പ്രഖ്യാപനവും തിരുവോണ സമ്മാനോത്സവവും 2026 ഉദ്ഘാടനവും തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിശ്വാസത്തിന്റെ കരുത്തും സേവന മികവിന്റെ പാരമ്പര്യവും കൈമുതലാക്കി കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിലേറെയായി കേരളത്തിന്റെ ആശയവിനിമയ രംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമായി മുന്നേറുന്ന CCTV മറ്റൊരു ചരിത്ര നേട്ടത്തിനു കൂടി തുടക്കം കുറിക്കുകയാണ്. അതിവേഗവും വിശ്വസനീയവുമായ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് കരുത്തേകുന്ന MPLS സാങ്കേതികവിദ്യ സ്വായത്തമാക്കിയ കേരളത്തിലെ ആദ്യ സബ് ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന അഭിമാന നേട്ടത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം 2026 ആഗസ്റ്റ് 3-ന് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ചൂണ്ടൽ IMA ഹാളിൽ നടക്കും. നമ്മുടെ ഒരു വലിയ സ്വപ്നത്തിൻ്റെ അല്ലെങ്കിൽ CCTVയുടെ
ടെക്നിക്കലായിട്ടുള്ള വലിയൊരു അപ്ഗ്രേഡേഷൻ്റെ ഭാഗമായിട്ടുള്ള ബ്രോഡ്ബാൻഡാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്ക് പ്രയോഗത്തിലുള്ള ഏറ്റവും കൂടുതൽ സാധനം ബ്രോഡ്ബാൻഡാണ്. അതിൽ ഉണ്ടായാൽ പിന്നെ വേറെ ഒന്നുമില്ല എന്നുള്ള പോലെയാണ്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ ഒരു കാൽവെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മറ്റേ അധികവും മൾട്ടിനാഷണൽ കമ്പനികൾ അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികൾ മാത്രം ചെയ്യുന്ന ടെക്നോളജി അപ്ഗ്രേഡേഷനിൽ പെട്ട ഒരു അപ്ഗ്രേഡേഷനാണ്. നല്ല ചിലവുള്ള ഒരു അപ്ഗ്രേഡേഷനാണ് ഇപ്പോൾ CCTV ചെയ്തിട്ടുള്ളത്. അത് സംസ്ഥാനത്ത് തന്നെ സബ് ഡിസ്ട്രിബ്യൂട്ടർ ലെവലിൽ ആദ്യത്തെ സബ് ഡിസ്ട്രിബ്യൂട്ടറാണ് ഈ ടെക്നോളജി നടപ്പിലാക്കിയത്. ആദ്യത്തെ സബ് ഡിസ്ട്രിബ്യൂട്ടറാണ്. ഈ ചരിത്രപ്രധാനമായ ചടങ്ങിൽ CCTV MPLS സേവന പ്രഖ്യാപനം, തിരുവോണ സമ്മാനോത്സവം 2026 ഉദ്ഘാടനം, 1,00,000-ലധികം ബ്രോഡ്ബാൻഡ് വരിക്കാർ എന്ന അഭിമാന നേട്ടത്തിന്റെ പ്രഖ്യാപനം എന്നിവയും നടക്കും. CCTV മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ KCCL MD അനിൽ മംഗലത്ത് MPLS പ്രഖ്യാപനം നടത്തും. തിരുവോണ സമ്മാന പദ്ധതി ഉദ്ഘാടനം കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷും 1,00,000 ബ്രോഡ്ബാൻഡ് വരിക്കാർ എന്ന നേട്ടത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം തൃശൂർ കേരളവിഷൻ MD T ജയപ്രകാശും നിർവഹിക്കും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ, അനുബന്ധ സ്ഥാപനങ്ങൾ, വിവിധ ബ്രോഡ്ബാൻഡ് സേവന ദാതാക്കൾ തുടങ്ങിയവരുടെ പ്രതിനിധികൾ ചടങ്ങിൽ സംസാരിക്കും. CCTV ഡയറക്ടർ NV അബ്ദുസമദ് സ്വാഗതവും ചെയർമാൻ KR അനന്തരാമൻ നന്ദിയും പറയും. ചടങ്ങ് ചാനലിലൂടെയും യൂട്യൂബിലൂടെയും തത്സമയം സംപ്രേഷണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ, ചെയർമാൻ KR അനന്തരാമൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KM എഡ്വിൻ, KC ജോസ്, ജനറൽ മാനേജർ PD സേവിയർ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയും വെള്ളക്കെട്ട് ദുരിതവും വിതച്ചപ്പോഴും ഗുരുവായൂർ ക്ഷേത്രത്തെ ഇത്തവണ മഴക്കെടുതി കാര്യമായി ബാധിച്ചില്ല. ശനിയാഴ്ച രാവിലെ തെക്കേ നടപ്പുരയിൽ വെള്ളം കയറിയെങ്കിലും മുൻവർഷങ്ങളെ അപേക്ഷിച്ച സ്ഥിതി നിയന്ത്രണ വിധേയമായിരുന്നു. പട്ടർക്കുളത്തിന് സമീപത്തുനിന്ന് വെള്ളം ശക്തമായി ഒഴുകിയെത്തിയതോടെ സമീപത്തെ വ്യാപാരികൾ ആശങ്കയിലായി. തെക്കേ നടപ്പുരയിലെ ചില കടകളിലേക്ക് വെള്ളം കയറിയെങ്കിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. ഇന്നർ റിംഗ് റോഡിലെ വ്യാപാര ഭവന് സമീപം ഉച്ചവരെ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടത് യാത്രക്കാർക്കും വ്യാപാരികൾക്കും ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കി. മുൻവർഷങ്ങളിൽ മഴ പെയ്താൽ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തേക്ക് വരെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും ഇത്തവണ അത്തരമൊരു സ്ഥിതി ഉണ്ടായില്ല. അമൃത് പദ്ധതിയുടെ ഭാഗമായി ക്ഷേത്ര പരിസരത്ത് പൂർത്തിയാക്കിയ ആധുനിക കാന നിർമ്മാണവും മഴവെള്ളം വേഗത്തിൽ ഒഴുകിപ്പോകാനുള്ള സംവിധാനവുമാണ് വെള്ളക്കെട്ട് ഗണ്യമായി കുറയാൻ പ്രധാന കാരണമായതെന്ന് വിലയിരുത്തുന്നു. അതേസമയം മഴയ്ക്കിടയിൽ കൗതുക കാഴ്ചയും അരങ്ങേറി. പട്ടർക്കുളത്ത് നിന്ന് വെള്ളത്തിനൊപ്പം കട്ല, തിലോപ്പിയ ഇനങ്ങളിലെ മത്സ്യങ്ങൾ കരയിലേക്ക് ഒഴുകിയെത്തി. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഭക്തരും വ്യാപാരികളും മത്സ്യങ്ങളെ പിടിക്കാൻ മത്സരിച്ചു. മഴക്കെടുതിക്കിടയിലും ഈ അപൂർവ കാഴ്ച കാണാൻ നിരവധി പേരാണ് എത്തിയത്. ശക്തമായ മഴയിലും ഭക്തരുടെ വലിയ തിരക്കാണ് ഗുരുവായൂരിൽ അനുഭവപ്പെട്ടത്. പഴഞ്ഞി അയ്യൂർ AKG നഗറിൽ തെങ്ങ് റോഡിന് കുറുകെ കട പുഴകി വീണു. റോഡിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. വൈദ്യുതി ലൈനിലേക്ക് വീണ തെങ്ങ് നാട്ടുകാരും KSEB ജീവനക്കാരും ചേർന്ന് വെട്ടിമാറ്റി. തടസ്സപ്പെട്ട വൈദ്യുതി വിതരണം ഉച്ചയോടെ പുനഃസ്ഥാപിച്ചു. ശക്തമായ മഴയിൽ ഗുരുവായൂർ ചാവക്കാട് റോഡിൽ വെള്ളക്കെട്ട്. ആക്സിസ് ബാങ്കിന്റെയും ICICI ബാങ്കിന്റെയും മുന്നിലുള്ള റോഡാണ് വെള്ളത്തിലായത്. ഇതോടെ വാഹനയാത്രികരും കാൽനട യാത്രികരും ബുദ്ധിമുട്ടിലായി. പഴഞ്ഞി പെരുന്തുരുത്തിയിൽ മരം വീണ് വീട് തകർന്നു. കണ്ടിരുത്തി അമ്മിണിയുടെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. ഓടിട്ട വീട് തകർന്നു. സ്ഥലത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ചു. കാലവർഷക്കെടുതികൾ ഫലപ്രദമായി നേരിടുന്നതിനും അടിയന്തര സാഹചര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് തടസ്സമില്ലാതെ സഹായം എത്തിക്കുന്നതിനുമായി കുന്നംകുളം നഗരസഭയിൽ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. മഴക്കെടുതി മൂലം പ്രദേശവാസികൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണുന്നതിനും ആവശ്യമായ മുൻകരുതൽ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനും പൂർണ്ണ സജ്ജമായാണ് വാർ റൂം പ്രവർത്തിക്കുന്നത്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 949773 9602, 7559812870, 0488 22 22 21. നമ്പർ ഒരിക്കൽ കൂടി 94 97 73 96 02, 75 59 81 28 70, 0488 22 22 21.
കട്ടകമ്പാൽ ചിറയൻകാട് വെളിയത്ത് റോഡിൽ തെങ്ങ് കടപുഴകി ഇലക്ട്രിക് കമ്പിയിൽ വീണ് പോസ്റ്റ് തകർന്നു. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. വാർഡ് മെമ്പർ TS മണികണ്ഠന്റെ നേതൃത്വത്തിൽ KSEB തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങളും നടത്തി. വിദ്യാർത്ഥിയെ ക്ലാസ് മുറിയിൽ വെച്ച് തല്ലിയ സംഭവത്തിൽ അധ്യാപകന് സസ്പെൻഷൻ. സ്കൂൾ അധികൃതരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറാണ് സസ്പെൻഡ് ചെയ്തത്. പറവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകൻ KS മണികണ്ഠനെയാണ് സസ്പെൻഡ് ചെയ്തത്. കാഴ്ചപരിമിതിയുള്ള മണികണ്ഠൻ 18 വർഷമായി ഗവൺമെന്റ് ഹൈസ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകനാണ്. ക്ലാസ്സിൽ വെച്ച് പ്രകോപനപരമായി പെരുമാറിയെന്നതിന്റെ പേരിൽ കഴിഞ്ഞ 16-നാണ് വിദ്യാർത്ഥിയെ പലതവണ ചൂരൽ കൊണ്ട് അടിച്ചത്. വിദ്യാർത്ഥികളിൽ ഒരാൾ ഇത് മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചതോടെ സംഭവം വൻ പ്രതിഷേധത്തിനിടയാക്കുകയും വിദ്യാർത്ഥിയുടെ പിതാവ് പോലീസിലും ബാലാവകാശ കമ്മീഷനിലും പരാതി നൽകുകയും സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിടുകയുമായിരുന്നു. പ്രസിദ്ധമായ നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ഔഷധ സേവയും ആനയൂട്ടും നടത്തി. മഹാധന്വന്തരി ഹോമം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്നിവയ്ക്ക് ശേഷം ഔഷധ വിതരണം നടത്തി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ എന്നിവർക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മഠയൂർ നീലകണ്ഠൻ നമ്പൂതിരി ഔഷധം നൽകിക്കൊണ്ട് ഔഷധ സേവയ്ക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് നടന്ന ആനയൂട്ടിൽ 18 ഗജവീരന്മാർ പങ്കെടുത്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ ആദ്യ ഉരുള ശിവകുമാറിന് നൽകിക്കൊണ്ട് തുടക്കം കുറിച്ചു. ദേവസ്വം ബോർഡ് മെമ്പർമാരായ അഡ്വക്കേറ്റ് KP അജയൻ, KK സുരേഷ് ബാബു, സെക്രട്ടറി P. ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ K. സുനിൽകുമാർ, തിരുവില്ലാമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ KN ദീപേഷ്, ദേവസ്വം ഓഫീസർ G. ശ്രീരാജ്, തിരുവില്ലാമല ഗ്രൂപ്പ് ദേവസ്വം റവന്യൂ ഇൻസ്പെക്ടർ രജനി, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു ചന്ദ്രൻ, സെക്രട്ടറി ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ റെയ്ഡിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 74-കാരൻ അറസ്റ്റിൽ. തൃശൂർ അരിയങ്ങാടിയിൽ ചായക്കച്ചവടത്തിന്റെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തി വന്നിരുന്ന നടത്തറ എരവിമംഗലം ദേശത്ത് തയ്യിൽ വീട്ടിൽ മാധവനെയാണ് തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് എക്സൈസ് ഇൻസ്പെക്ടർ സുദർശനകുമാറും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും 10 കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. തൃശൂർ നഗരത്തിൽ അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെയായിരുന്നു ഇയാളുടെ കടയിൽ നിന്നും സ്ഥിരമായി ലഹരി വസ്തുക്കൾ വാങ്ങിയിരുന്നത് എന്നാണ് സൂചന. അസിസ്റ്റന്റ് എക്സൈസ് ഗ്രേഡ് ഇൻസ്പെക്ടർ KM സജീവ്, സിവിൽ എക്സൈസ് ഓഫീസർ ബിബിൻ ചാക്കോ, പ്രിവന്റീവ് ഓഫീസർ ഡ്രൈവർ VG ഗിരീഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ദർശനം നടത്തി. രാവിലെ 7:45 ക്ഷേത്രത്തിലെത്തിയ കേന്ദ്ര സഹമന്ത്രിയെ ദേവസ്വം ഓഫീസർ G. ശ്രീരാജ് സ്വീകരിച്ചു. ദർശനത്തിന് ശേഷം ക്ഷേത്രത്തിനകത്ത് അരമണിക്കൂർ നാമജപവും പ്രധാന വഴിപാടുകളും നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യൻ, എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ, വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് E. ചന്ദ്രൻ, വിഷ്ണു അമ്പാടി, അഭിലാഷ് കടങ്ങോട് എന്നിവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. അകലാട് കാറും സൈക്കിളും കൂട്ടിയിടിച്ച അപകടം. സൈക്കിൾ യാത്രികന് പരിക്കേറ്റു. മന്നലാംകുന്ന് താമസിക്കുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശി 34 വയസ്സുള്ള പിന്റുവിനാണ് പരിക്കേറ്റത്. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിലെ അകലാട് മൊയ്തീൻ പള്ളിക്ക് സമീപമായിരുന്നു അപകടം. പരിക്കേറ്റ സൈക്കിൾ യാത്രികനെ മൂന്നേനി VKR ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കുന്നംകുളം മലങ്കര ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം 129-ാം ബൂത്ത് പ്രസിഡന്റായിരുന്ന പുന്നൻ ഔഷാദിന്റെ 7ാം രക്തസാക്ഷിത്വ വാർഷിക ദിനം ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ CA ഗോപപ്രതാപൻ, MV ഹൈദരാലി, KD വീരമണി, KP ഉമ്മർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നിഖിൽ G. കൃഷ്ണൻ, UDF നിയോജക മണ്ഡലം കൺവീനർ KV ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. മണത്തല മുല്ലത്തറ സെന്ററിൽ നിന്ന് ആരംഭിച്ച അനുസ്മരണ റാലിക്ക് മണ്ഡലം പ്രസിഡന്റുമാരായ ഉണ്ണികൃഷ്ണൻ കാര്യാട്ട്, KJ ചാക്കോ, K. നവാസ്, CS സൂരജ്, ഇർഷാദ് ചേറ്റുവ, നൌഷാദ് തെക്കുംപുറം, ബ്ലോക്ക് ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രസിദ്ധമായ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ 15 നോമ്പിനും വിശുദ്ധ ദേവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിനും തുടക്കമായി. ഓഗസ്റ്റ് 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ കുർബാനയും സന്ധ്യാ നമസ്കാരം, വചന ശുശ്രൂഷ എന്നിവ ഉണ്ടാകും. 1-ാം ദിവസമായ ശനിയാഴ്ച രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ അപ്രേം റംബാൻ ചെങ്ങന്നൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇടവക വികാരി ഫാദർ ഗീവർഗീസ് ജോൺസൺ, സഹവികാരി ഫാദർ എൽദോ സജു, ഫാദർ അജിൻ ജോർജ് എന്നിവർ സഹകാർമ്മികരായി. വെള്ളറക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷിക്കുന്നതിനായി സംഘാടക സമിതി രൂപീകരിച്ചു. വെള്ളറക്കാട് ഹെഡ് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു.
ബാങ്ക് പ്രസിഡന്റ് CM അബ്ദുൾ നാസർ അധ്യക്ഷനായി. സെക്രട്ടറി PS പ്രസാദ്, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മീന സാജൻ, മൾട്ടിപർപ്പസ് ബാങ്ക് പ്രസിഡന്റ് PV കൃഷ്ണൻകുട്ടി, E ചന്ദ്രൻ, T അരവിന്ദാക്ഷൻ, CH ലാഷ് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് മെമ്പർ ജംഷീറ ഷിഹാബ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ UV ഗിരീഷ്, PA ഉണ്ണികൃഷ്ണൻ, മെമ്പർമാരായ PA അശോകൻ, ശങ്കരനാരായണൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ OK ശശി, ഫ്രാൻസിസ് കൊള്ളന്നൂർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനായി CM അബ്ദുൾ നാസറിനെയും കൺവീനറായി PS പ്രസാദ് എന്നിവരെ തെരഞ്ഞെടുത്തു. സബ് കമ്മിറ്റി രൂപീകരിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. പോർക്കുളം ആശാരിത്തോട്ടിൽ മാലിന്യങ്ങൾ നിറയുന്നു. തോട്ടിലേക്ക് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പലയിടത്തും കെട്ടിക്കിടക്കുകയാണ്. മുണ്ടകൻ പാടത്തേക്ക് വെള്ളമെത്തിക്കുന്ന പോർക്കുളം പഞ്ചായത്തിലെ പ്രധാന തോട്ടിലാണ് മാലിന്യം അടിഞ്ഞുകൂടിയിട്ടുള്ളത്. അക്കിക്കാവ്, അഗതിയൂർ, അയ്യംപറമ്പ് വഴി ഒഴുക്കുന്ന ആശാരിത്തോട് വേദക്കാട് പാടത്തേക്കാണ് എത്തുന്നത്. വേദക്കാട്, കുതിരപ്പാടം എന്നിവിടങ്ങളിലെ നൂറുകണക്കിന് മുണ്ടകൻ കർഷകർ വെള്ളം ലഭിക്കുന്നതിന് പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ തോടിനെയാണ്. എന്നാൽ തോട്ടിലൂടെ ഒഴുകിയെത്തുന്ന മാലിന്യം കർഷകർക്ക് ശല്യമാവുകയാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മഴവെള്ളം ഒലിച്ചെത്തുന്നത് ആശാരിത്തോട്ടിലേക്കാണ്. മഴവെള്ളത്തിൽ പല ഭാഗത്തു നിന്നുമുള്ള മാലിന്യങ്ങൾ ഒഴുകിയെത്തി ഇവിടെ അടിഞ്ഞുകൂടി. സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളും ഒഴുക്കുന്നതായി പരാതിയുണ്ട്. തോട് വൃത്തിയാക്കുകയും മാലിന്യം തള്ളുന്നത് തടയുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കടങ്ങോട് ശ്രീ കരുതക്കോട്ട് മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ആനയൂട്ട് ഭക്തിസാന്ദ്രമായി. ഗണപതി ഹോമം, പ്രത്യക്ഷ ഗജപൂജ എന്നിവയുണ്ടായി. ഈക്കാട്ടുമന നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി അനന്തനാരായണൻ കാർമ്മികനായി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് PT സുരേന്ദ്രൻ, സെക്രട്ടറി M സുരേഷ്, ട്രഷറർ PB പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കുന്നംകുളം താലൂക്ക് സമ്മേളനവും പുരസ്കാര വിതരണവും യാത്രയയപ്പും നടത്തി. ചൂണ്ടലിലുള്ള ചാവക്കാട് ജില്ലാ എയ്ഡഡ് പ്രൈമറി ടീച്ചേഴ്സ് സഹകരണ സംഘം ഹാളിൽ നടന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം DCC സെക്രട്ടറിയും കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. KCEF താലൂക്ക് പ്രസിഡന്റ് റീന പോൾ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ മുഖ്യാതിഥിയായി. KCEF ജില്ലാ പ്രസിഡന്റ് AK സതീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി PR പ്രമോദ്, താലൂക്ക് സെക്രട്ടറി VL ജോയ്സി, ജില്ലാ കമ്മിറ്റി അംഗം CN രംഗീഷ്, തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ അംഗം KJ ജോഷി, വനിതാ ഫോറം കൺവീനർ സുനിത ജോഷി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഭരതൻ, AS ശശി എന്നിവർ സംസാരിച്ചു. സ്തുത്യർഹമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിച്ച കാട്ടകമ്പാൽ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി MS മണികണ്ഠൻ, വേലൂർ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരി MJ സ്റ്റെല്ല, തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട KJ ജോഷി, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച തയ്യൂർ സർവീസ് സഹകരണ ബാങ്കിലെ അൻസാർ, പോർക്കുളം സർവീസ് സഹകരണ ബാങ്കിലെ KK രതീഷ്, M പ്രിയ എന്നിവരെയും SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ സംഘടനയിലെ അംഗങ്ങളുടെ മക്കളെയും ചടങ്ങിൽ ആദരിച്ചു. പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഹോക്കി ടീം അംഗമായ രോഹിത് പഞ്ചായത്ത് പ്രസിഡന്റിനോട് നടത്തിയ അഭ്യർത്ഥനയെ തുടർന്ന് സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാനൊരുങ്ങുന്ന 16 അംഗ സ്കൂൾ ഹോക്കി ടീമിന് പുതിയ ജേഴ്സി ലഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കറിന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് പുതിയ ജേഴ്സി അനുവദിച്ചത്. കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പുതിയ ജേഴ്സി അണിഞ്ഞ് പങ്കെടുക്കും. സ്കൂൾ പ്രധാന അധ്യാപിക മേഴ്സി വിളിച്ചു ചേർത്ത പ്രത്യേക സ്കൂൾ അസംബ്ലിയിൽ K ജയശങ്കർ കുട്ടികൾക്ക് ജേഴ്സി കൈമാറി. PTA പ്രസിഡന്റ് PM അലി അധ്യക്ഷത വഹിച്ചു. ടെക്നോസിക് ചെയർമാൻ VM പ്രമോഷ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ, സ്ഥിരം സമിതി അധ്യക്ഷരായ MP രാജൻ, KM റസാഖ്, ജനപ്രതിനിധികൾ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ കൃഷ്ണമൂർത്തി, കായിക അധ്യാപകൻ സുജേഷ് എന്നിവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ച UDF സർക്കാരിന്റെ നടപടിക്കെതിരെ LDF നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മാർച്ചും ധർണയും നടത്തി. വിശദാംശങ്ങളിലേക്ക്. ചൂണ്ടലിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ധർണ CPM ജില്ലാ കമ്മിറ്റി അംഗം ഉഷ പ്രഭുകുമാർ ഉദ്ഘാടനം ചെയ്തു. CPI ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VP ലീല അധ്യക്ഷയായി. CPM കേച്ചേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, ചൂണ്ടൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി M പീതാംബരൻ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് എന്നിവർ സംസാരിച്ചു. LDF കണ്ടാണശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. മറ്റം സെന്ററിൽ നടന്ന ധർണ CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം MB പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗം C അംബികേശൻ അധ്യക്ഷനായി. CPI മണലൂർ മണ്ഡലം കമ്മിറ്റി അംഗം ശിവൻ വാഗ, CPM ഏരിയ കമ്മിറ്റി അംഗം PA മുസ്തഫ, ലോക്കൽ സെക്രട്ടറിമാരായ MV സന്തോഷ്, KS ദിലീപ്, കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ്,
മറ്റം ലോക്കൽ കമ്മിറ്റി അംഗം വി തിലകൻ എന്നിവർ സംസാരിച്ചു. LDF പുന്നയൂർകുളം പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ മാർച്ച് CPM ജില്ലാ കമ്മിറ്റി അംഗം M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. പുഴിക്കളയിൽ നിന്നാരംഭിച്ച മാർച്ച് പഞ്ചായത്തിന് മുമ്പിൽ സമാപിച്ചു. CPI മണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം PT പ്രവീൺ പ്രസാദ് അധ്യക്ഷത വഹിച്ചു. CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗവും കർഷക സംഘം ഏരിയ സെക്രട്ടറിയുമായ AD ധനീബ് അഭിവാദ്യം ചെയ്തു. CPM ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി TS സുരേഷ്, ജാസ്മിൻ ഷഹീർ, EP സുഭാഷ്, CDS ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ, MB സുജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. CPM പുന്നയൂർകുളം വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി V താജുദ്ദീൻ സ്വാഗതവും CPI ലോക്കൽ സെക്രട്ടറി സലീം ചെറായി നന്ദിയും പറഞ്ഞു. കുന്നംകുളം നഗരസഭയിലേക്ക് നടത്തിയ മാർച്ചും ധർണയും CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ PM സുരേഷ്, PG ജയപ്രകാശ്, KB ഷിബു, NCP നിയോജക മണ്ഡലം സെക്രട്ടറി EA ദിനമണി, നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ എന്നിവർ സംസാരിച്ചു. LDF കാട്ടകമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. CPI ജില്ലാ കമ്മിറ്റി അംഗം KT ഷാജൻ ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ അഭിവാദ്യം ചെയ്തു. PK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. LDF കൺവീനർ TC ചെറിയാൻ സ്വാഗതവും ഏരിയ കമ്മിറ്റി അംഗം NK ഹരിദാസൻ നന്ദിയും പറഞ്ഞു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ VK ബാബുരാജ്, AA മണികണ്ഠൻ, NCP നേതാവ് PC സണ്ണി എന്നിവർ നേതൃത്വം നൽകി. എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് LDF പഞ്ചായത്ത് കമ്മിറ്റി നടത്തിയ മാർച്ച് CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. CPI എളവള്ളി ലോക്കൽ സെക്രട്ടറി CK രമേശ് അധ്യക്ഷനായി. LDF നേതാക്കളായ PG സുബിദാസ്, ആഷിഖ് വലിയകത്ത്, TC മോഹനൻ, PL ഡൊമിനി, PA ഷൈൻ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികളും LDF പ്രവർത്തകരും സമരത്തിൽ പങ്കാളികളായി. കടവലൂർ പഞ്ചായത്തിലേക്ക് നടത്തിയ മാർച്ചും ധർണയും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി പ്രേംരാജ് ചുണ്ടലാത്ത് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MN മുരളീധരൻ, പത്മം വേണുഗോപാൽ, പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, KE സുധീർ, KC അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. മരണാനന്തരമുള്ള നേത്രദാനത്തെയും ശരീരദാനത്തെയും പ്രോത്സാഹിപ്പിക്കാനായി കുന്നംകുളത്ത് വെളിച്ചം നേത്രദാന ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു. സംഘടനയുടെ ലോഗോ പ്രകാശനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് മനോജ് കളത്തിൽ, വൈസ് പ്രസിഡന്റ് ജയപ്രകാശ് ഇലവന്ത്ര, സെക്രട്ടറി റിജി മാസ്റ്റർ, ജോയിന്റ് സെക്രട്ടറി സുബ്രഹ്മണ്യൻ, ട്രഷറർ പ്രോഗ്രാം കോർഡിനേറ്റർ പ്രസാദ് പുലിക്കോടൻ, എക്സിക്യൂട്ടീവ് മെമ്പർ സുരേഷ് എന്നിവർ സംബന്ധിച്ചു. എരുമപ്പെട്ടി കരിയന്നൂരിൽ വീട്ടുമുറ്റത്ത് നിന്ന് മലമ്പാമ്പിനെ പിടികൂടി. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെ കാലിവളപ്പിൽ ആമനയുടെ വീട്ടുമുറ്റത്താണ് പാമ്പിനെ കണ്ടത്. 8 അടിയോളം വലിപ്പമുള്ള മലമ്പാമ്പ് ഇരവിഴുങ്ങിക്കിടക്കുകയായിരുന്നു. നാട്ടുകാരനായ സുബർ, സ്നേക്കേച്ചർ അഷ്റഫ് പഴവൂരും ചേർന്ന് മലമ്പാമ്പിനെ പിടികൂടി പിന്നീട് വനത്തിൽ വിട്ടു. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ കലോത്സവത്തിന് തുടക്കമായി. സ്കൂൾ മാനേജർ ഫാദർ സ്കറിയ OIC അധ്യക്ഷനായ യോഗത്തിൽ പ്രശസ്ത സിനി ആർട്ടിസ്റ്റും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ അനില C തോമസ് ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ പഠനത്തോടൊപ്പം കലാപരമായ കഴിവുകളും നേടിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് സ്കൂൾ പ്രിൻസിപ്പൽ M രാംദാസ് സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ജിനീഷ ജോൺ, സ്കൂൾ ലീഡർ അക്വീന ലിയാഷ കൊള്ളന്നൂർ, അസിസ്റ്റന്റ് സ്കൂൾ ലീഡർ PV ആലൻകൃഷ്ണ എന്നിവർ സംസാരിച്ചു. 6 വേദികളിലായി 2 ദിവസങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് ചിറക്കലിൽ സ്ത്രീകൾക്കായുള്ള യോഗ ക്ലാസുകൾ ആരംഭിച്ചു. വാർഡ് മെമ്പർ സന്തോഷ് കൊളത്തേരി ഉദ്ഘാടനം ചെയ്തു. നാദിയ നൌഷാദ് അധ്യക്ഷയായി. ഡോക്ടർമാരായ ശബ്ന, നിഖിൽ ജോസ് എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ഷീജ സുദീപ് സ്വാഗതവും ഷാരിമോൾ നന്ദിയും പറഞ്ഞു. വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വാർഷിക പദ്ധതിയുടെ ഭാഗമായി കൗമാരക്കാരികളുടെയും യുവതികളുടെയും ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന ഇഷ പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം പുഴക്കര മദ്രസയിൽ നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബബിത നൌഫൽ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് പ്രബിത പുല്ലൂണി അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഫൽ പുക്കൈദ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P പ്രിയ, വാർഡ് മെമ്പർമാരായ ബക്കർ ഫാസി എന്നിവർ വിശിഷ്ട അതിഥികളായി P അജയൻ, രാമകൃഷ്ണൻ കടുങ്ങിൽ, EK മൊയ്തുണ്ണി എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ റസീന ഉമ്മർ, മഹേഷ്, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീന, ഡോക്ടർ വൈഷ്ണവി എന്നിവർ സംബന്ധിച്ചു. പോഷകാഹാരം, വ്യക്തിശുചിത്വം, ആരോഗ്യ പരിപാലനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഇഷ പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. എരുമപ്പെട്ടി ഹോപ്പ് പബ്ലിക് സ്കൂളിലെ അധ്യയന വർഷത്തെ ഇൻവെസ്റ്റിച്ചർ സെറിമണി ജൂലൈ 28-ന് സ്കൈ ഇന്റർനാഷണൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. വെറ്ററൻ മേജർ ജോസഫ് മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ വിദ്യാർത്ഥി
നേതാക്കൾക്ക് ബാഡ്ജുകൾ അണിയിച്ച് സ്ഥാനാരോഹണ പരിപാടിക്ക് നേതൃത്വം നൽകി. സ്കൂൾ പ്രിൻസിപ്പൽ TM ഷിഫ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ KR അനിൽ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി അമ്പിളി നന്ദിയും പറഞ്ഞു. PTA പ്രസിഡന്റ് സതീഷ് ബാബു, MPTA പ്രസിഡന്റ് പ്രജിത കുമാരി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ കഴിഞ്ഞ അധ്യയന വർഷത്തെ SSLC വിജയികൾക്കുള്ള അവാർഡ് വിതരണവും നടത്തി. ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യം വളർത്തുന്നതിനായി ആരംഭിച്ച ഗേവൽ ക്ലബിന്റെ ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടത്തി. വിദ്യാർത്ഥികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. തിരുവളയന്നൂർ സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടത്തി. പ്രമുഖ ബഹിരാകാശ സാങ്കേതിക സ്ഥാപനമായ സ്കൈറൂട്ട് നിർമ്മിച്ച വിക്രം 1 റോക്കറ്റിന്റെ ഏവിയോണിക്സ് മേധാവി ലിൻ തോമസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. റോക്കറ്റ് സാങ്കേതികവിദ്യ, ശാസ്ത്രരംഗത്തെ പുതിയ സാധ്യതകൾ, വിക്രം 1 റോക്കറ്റിന്റെ സവിശേഷതകൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹം വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിച്ച സംശയങ്ങൾക്ക് മറുപടി നൽകി. PTA പ്രസിഡന്റ് ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ജിഷ, സ്റ്റാഫ് സെക്രട്ടറി ജയ, അധ്യാപകർ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ചാലിശ്ശേരി പെരുമണ്ണൂർ EPN നമ്പീശൻ സ്മാരക ചൈതന്യ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ ലോകകപ്പ് ഫുട്ബോളിനെയും ചാന്ദ്രദിനത്തെയും ആസ്പദമാക്കി സംഘടിപ്പിച്ച ക്വിസ് മത്സരം ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി EK മണികണ്ഠൻ, ട്രഷറർ P അനീഷ്, KK വിനോദ്, ലൈബ്രറിയൻ സുധ എന്നിവർ സംസാരിച്ചു. ഒരാഴ്ചത്തെ തയ്യാറെടുപ്പിനുള്ള സമയം നൽകി നടത്തിയ മത്സരത്തിൽ 30 പേർ പങ്കെടുത്തു. വിജയികൾക്കും പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മരത്തംകോട് ഗവൺമെന്റ് സ്കൂൾ NSS യൂണിറ്റ് വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ കിടങ്ങൂർ ജ്ഞാനോദയം ഗ്രന്ഥശാല ഡിജിറ്റൽ വൽക്കരിക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഗ്രന്ഥശാലയിൽ 5000-ലധികം പുസ്തകങ്ങളാണുള്ളത്. കുട്ടികൾ 2 പേർ അടങ്ങുന്ന സംഘമായിട്ടാണ് മൊബൈൽ ഫോൺ വഴി ഡിജിറ്റൽ വൽക്കരണം നടത്തുന്നത്. പ്രവർത്തനങ്ങൾക്ക് ജ്ഞാനോദയം ഗ്രന്ഥശാല രക്ഷാധികാരി വിജയൻ മാസ്റ്റർ, പ്രസിഡന്റ് റിജുല അബ്ദുൽ വഹാബ്, സെക്രട്ടറി വിഷ്ണു കിടങ്ങൂർ, ലൈബ്രറിയൻ ശശികുമാർ, NSS അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ വിനീത എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,255 രൂപ, പവന് 1,06,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 235 രൂപ. ചരമം. കേച്ചേരി പട്ടിക്കര കൊള്ളന്നൂർ ഔസേപ്പ് നിര്യാതയായി. 89 വയസ്സായിരുന്നു. സംസ്കാരം പാറന്നൂർ സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ നടത്തി. എലിസബത്ത് ഭാര്യയും ഷീജ, ഷീന, ഷാജു എന്നിവർ മക്കളുമാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്നു. മഴക്കെടുതിയിൽ 7 മരണം. ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും ഉരുൾപൊട്ടൽ. 3 ജില്ലകളിൽ അടിയന്തര നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി. ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാകണം. മന്ത്രിമാർ ജില്ലകളിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി. കനത്ത മഴയിൽ ഗുരുവായൂർ, ചാവക്കാട് മേഖലകളിൽ ശക്തമായ വെള്ളക്കെട്ട്. വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. ലക്ഷങ്ങളുടെ നഷ്ടം. ഗുരുവായൂർ നഗരസഭയിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. മേഖലയിൽ പലയിടത്തും മരങ്ങൾ വീടുകൾക്ക് മുകളിലേക്ക് വീണും നാശനഷ്ടങ്ങൾ. CCTV സാങ്കേതിക മികവിന്റെ പുതിയ അധ്യായത്തിലേക്ക്. കേരളത്തിലെ ആദ്യ MPLS സബ് ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന നേട്ടം സ്വന്തമാക്കി. ഔദ്യോഗിക പ്രഖ്യാപനം തിങ്കളാഴ്ച രാവിലെ 11-ന് ചൂണ്ടൽ IMA ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ തിരുവോണ സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനവും 1 ലക്ഷം ബ്രോഡ്ബാൻഡ് വരിക്കാർ എന്ന അഭിമാന നേട്ടത്തിന്റെ പ്രഖ്യാപനവും നടത്തും. വിദ്യാർത്ഥിയെ ക്ലാസ് മുറിയിൽ വെച്ച് തല്ലിയ സംഭവത്തിൽ അധ്യാപകന് സസ്പെൻഷൻ. സ്കൂൾ അധികൃതരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറാണ് സസ്പെൻഡ് ചെയ്തത്. പരവൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകൻ KS മണികണ്ഠനെതിരായാണ് നടപടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.